ഇത്തിരി കപ്പയുടെ കൂടെ നല്ല മുളകിട്ട മീൻകറി ഉണ്ടാക്കിയാലോ? കപ്പയ്ക്ക് മാത്രമല്ല ചോറിനും അടിപൊളിയാണ് കേട്ടോ ഈ കറി. അപ്പൊ ആദ്യം കുറച്ച് ചെറിയുള്ളി ചതച്ച് വയ്ക്കാം. ഒരു 15 എടുത്തിട്ടുണ്ട്. മീഡിയം കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ 7 ചെറിയല്ലി വെളുത്തുള്ളിയും ചതച്ച് വയ്ക്കണം. പിന്നെ ഇതുപോലെ 3 കഷ്ണം കൊടമ്പുളി കഴുകിയിട്ട് വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കാം കേട്ടോ. ഇനി മൺചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും അല്പം കറിവേപ്പിലയും മൂപ്പിച്ച ശേഷം ചെറിയുള്ളി ചേർത്തിട്ട് വഴറ്റിയെടുക്കാം. വാടി വരുമ്പോൾ ചതച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ. എന്നിട്ട് തീ കുറച്ച് വെച്ചിട്ട് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർക്കണം. ഈ പൊടികളൊക്കെ ഒന്ന് ചൂടായിട്ട് ഒരു പച്ചമുളകും വളരെ ചെറിയ ഒരു തക്കാളി അരിഞ്ഞതും ചേർക്കാം കേട്ടോ. തക്കാളിയുടെ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് വാടി വരും. ആവശ്യമുണ്ടെങ്കിൽ ഒരല്പം വെള്ളം ചേർത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് കുതിർത്ത കൊടമ്പുളിയും ഉപ്പും പിന്നെ ഗ്രേവിക്ക് ആവശ്യമുള്ള ചൂടുവെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാം. കറി തിളച്ചു വന്ന ശേഷം മത്തി ചേർത്ത് കൊടുക്കാം കേട്ടോ. അധികം വലുതല്ലാത്ത 8 മത്തിയാണ് എടുത്തത്. മീനൊക്കെ വെന്ത് ചാറ് കുറുകി വരണം. കുറുകി തുടങ്ങുമ്പോൾ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും ചേർത്ത് ചെറിയ തീയിൽ 2 മിനിറ്റ് കൂടെ തിളപ്പിച്ചിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റ് അല്പം പച്ച വെളിച്ചെണ്ണയും വേണമെങ്കിൽ ചേർക്കാം കേട്ടോ. ചോറിനും കപ്പയ്ക്കും ഒക്കെ പറ്റിയ നല്ലൊരു മത്തി മുളകിട്ട കറി റെഡി ആയിട്ടുണ്ട്.